നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇസ്രയേലിനൊപ്പം ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരം നൽകിയെന്ന് ആയത്തുള്ള അലി ഖമനേയി. ഇറാന്റെ തിരിച്ചടിയിൽ സയനിസ്റ്റ് ഭരണകൂടം തകർന്നു തരിപ്പണമായെന്നും ഖമനേയി പറഞ്ഞു. ഇതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഇറാൻ സുപ്രീം കൗൺസിൽ അംഗീകരിച്ചു. സംഘർഷം അവസാനിച്ച ശേഷം ഇതാദ്യമായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രതികരണം. ഇസ്രയേലിനൊപ്പം ഇറാനെ ആക്രമിച്ച അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരം നൽകിയെന്നാണ് പ്രതികരണം. ഖത്തറിലെ സേനാതാവളം ആക്രമിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഖമനേയി രംഗത്തെത്തിയത്. ഇറാന്റെ തിരിച്ചടിയിൽ സയനിസ്റ്റ് ഭരണകൂടം തകർന്നു തരിപ്പണമായെന്നും ഇറാൻ പരമോന്നത നേതാവ്. ഇറാൻ ഭരണാധികാരികളുമായി അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖമേനിയുടെ രൂക്ഷമായ പ്രതികരണം. ഇതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിച്ചു. ഇറാൻ പാർലമെന്റ് തീരുമാനത്തിന് സുപ്രീം കൗൺസിൽ അംഗീകാരം നൽകി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ അമേരിക്കൻ ഏജൻസികൾക്ക് വ്യത്യസ്ത നിലപാടാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്ന പെന്റഗൺ റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി CIA രംഗത്തെത്തി. സാരമായ കേടുപാടുകൾ സംഭവിച്ചെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് സമ്പുഷ്ട യുറേനിയം ഇറാൻ മാറ്റിയിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ നിലയത്തിന്റെ പരിസരത്ത് കണ്ടത് കോൺക്രീറ്റ് തൊഴിലാളികളെയാണ്. മാധ്യമങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുവെന്ന് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് പെന്റഗണിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞായറാഴ്ച പുലർച്ചെ ഇറാന്റെ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റ് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തു എന്നുള്ള വിവാദം കത്തിപ്പടരവേ ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് സമ്പുഷ്ട യുറേനിയം ഇറാൻ അതിനു മുമ്പ് തന്നെ കടത്തി എന്നുള്ളതിനുള്ള മറുപടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകുന്നത്. അവിടെ നിന്ന് സമ്പുഷ്ട യുറേനിയം കടത്തുക വളരെ ശ്രമകരമാണെന്നും അതിന് വലിയ ഭാരമാണെന്നും തന്നെയുമല്ല വളരെ അപകടകരമാണെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. തന്നെയുമല്ല അവിടെ കണ്ട കോൺക്രീറ്റ് നിർമ്മാണ തൊഴിലാളികളാണ് ഈ ഒരു ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിയതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെന്റഗണിലെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അതുപോലെ ജോയിന്റ് ചീഫ് ഓഫ് കമ്മീഷണർ ഡാൻ കെയ്നും കൂടുതൽ വിവരങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് പീറ്റ് ഹെക്സത്ത് മാധ്യമങ്ങളെ വിമർശിക്കുകയുണ്ടായി. അതുപോലെ ജോയിന്റ് ചീഫ് ഓഫ് കമ്മീഷണർ ഡാൻ കെയ്ൻ പറയുന്നത് ഇത്തരമൊരു ഓപ്പറേഷൻ വിലയിരുത്തുവാൻ തന്നെ ഏറെ സമയമെടുക്കും. എല്ലാ കാര്യങ്ങളും സൈന്യം പ്ലാൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. സൈന്യം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൃത്യമായ അളവിൽ അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ ആ ബോംബുകൾ അവിടെ വർഷിക്കാൻ സാധിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നത് സൈന്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല, അത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ സൈന്യം തുടച്ചു നീക്കുക തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാറില്ല. ശത്രുവിനെ പരാജയപ്പെടുത്തി എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾ സൈന്യത്തിന്റേതല്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന വിവാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഖത്തറിന്റെ വ്യോമപാത അടച്ച സമയത്ത് 90 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി ഖത്തർ എയർവേസ് അറിയിച്ചു. ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന 20,000-ലേറെ യാത്രക്കാരെ 24 മണിക്കൂർ കൊണ്ട് സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതായും ഖത്തർ എയർവേസ് യാത്രക്കാർക്കായി പുറത്തിറക്കിയ തുറന്ന കത്തിൽ പറയുന്നു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നിർണായക ഘട്ടത്തിൽ സഹകരിച്ച എല്ലാവർക്കും ഖത്തർ എയർവേസ് CEO എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ നന്ദി പറഞ്ഞു. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പ് വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ വെല്ലുവിളികളും സങ്കീർണതകളുമാണ് ഖത്തർ എയർവേസ് മേധാവി തുറന്ന കത്തിൽ വിശദീകരിച്ചത്. വ്യോമപാത അടക്കുമ്പോൾ ഏകദേശം 100 വിമാനങ്ങളാണ് ഖത്തറിന്റെ വ്യോമപരിധിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ദോഹയോടടുക്കുകയായിരുന്നുവെന്നും പലതും റൺവേകളുടെ അടുത്തേക്ക് എത്തിയിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിരവധി വിമാനങ്ങൾ ഏറ്റവും തിരക്കേറിയ ആഗോള കേന്ദ്രങ്ങളിലൊന്നായ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുറപ്പെടലിനായി തയ്യാറായി നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സൗദി അറേബ്യയിലേക്കുള്ള 25 വിമാനങ്ങളും തുർക്കിയിലേക്കുള്ള 18 വിമാനങ്ങളും ഇന്ത്യയിലേക്കുള്ള 15 വിമാനങ്ങളും ഒമാനിലേക്കുള്ള 13 വിമാനങ്ങളും UAEയിലേക്കുള്ള 5 വിമാനങ്ങളുമടക്കം 90-ലധികം വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത്.
ലണ്ടൻ, ബാഴ്സലോണ, യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഏകദേശം 3200 ഹോട്ടൽ മുറികളിലായി 4600-ലധികം ഉപഭോക്താക്കൾക്ക് ഹോട്ടൽ താമസ സൗകര്യം ഒരുക്കി. ഈ യാത്രക്കാരിൽ പലർക്കും ടെർമിനലിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് തന്നെ അവരുടെ പുനഃക്രമീകരിച്ച വിമാനങ്ങൾക്കുള്ള ബോർഡിംഗ് പാസുകൾ ലഭിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. വെള്ളം, കംഫർട്ട് കിറ്റുകൾ എന്നിവ നേരിട്ട് വിമാനത്തിൽ വെച്ച് നൽകിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കുമാണ് പ്രഥമ പരിഗണന നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഖത്തറിലെ US-ന്റെ അൽ-ഉദൈദ് സൈനിക താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഖത്തറിന് പുറമെ മറ്റു ചില ഗൾഫ് രാജ്യങ്ങളും വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിരുന്നു. അതേസമയം വിമാനത്താവളത്തിലെ അടിയന്തര സാഹചര്യം കാരണം മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. അൻവർ പാലേരി, 24 ദോഹ. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതീക്ഷകളിലേക്ക് നിർണായക ചുവടുവെച്ച് ശുഭാംശു ശുക്ല. ബഹിരാകാശ ദൗത്യ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനിയുള്ള 12 ദിവസം ബഹിരാകാശ നിലയത്തിലിരുന്ന് ശുഭാംശുവും സംഘവും 60 പരീക്ഷണങ്ങളാണ് നടത്തുക. Dragon contact and soft capture complete. Commander Peggy Whitson, the first one across the A-Pass hatch, receiving great big ആകാശവീഥികൾ കീറിമുറിച്ച് ഇതാ ഇന്ത്യൻ വീരഗാഥ. ISROയുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിച്ച് ഒരു ഇന്ത്യക്കാരൻ ഇതാദ്യമായി ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയിരിക്കുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പ്രവേശിച്ചതോടെ ഉത്തർപ്രദേശുകാരനായ ശുഭാംശു ശുക്ല ചരിത്രത്തിന്റെ ഭാഗമായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യം നടത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ഖ്യാതിക്ക് പുറമെ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല എന്ന 39-കാരൻ. And you see them adjusting their monitors as the approach continues on. We'll then be connected up, and astronaut Nicole Ayers will. We saw a historic moment. It's not a moment that we can just. ഇനിയുള്ള 2 ആഴ്ച ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ബഹിരാകാശ നിലയത്തിലെ ലബോറട്ടറിയിലിരുന്ന് ശുഭാംശു ഉൾപ്പെടെയുള്ള യാത്രികർ 60 പരീക്ഷണങ്ങളാണ് നടത്തുക. കേരളത്തിന് അഭിമാനമായി വെള്ളായണി കാർഷിക സർവകലാശാല മുന്നോട്ട് വെച്ച തനത് നെൽവിത്തിനങ്ങളുടെ ജൈവ പരീക്ഷണവും ഇതിൽ ഉൾപ്പെടും. മൈക്രോ ആൽഗകൾ ഉപയോഗിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കൽ, സൈനോ ബാക്ടീരിയയിൽ നിന്നുള്ള ഓക്സിജൻ, ബഹിരാകാശത്ത് പേശികളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ, സസ്യങ്ങളുടെ അതിജീവനം, യാത്രികരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങി മനുഷ്യായുസ് വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന പരീക്ഷണങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാണ്. Station Houston on the Big Loop. We are doing ISS എന്ന ബഹിരാകാശ നിലയം ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വിസ്മയിപ്പിക്കുന്ന മനുഷ്യന്റെ കണ്ടെത്തലാണ്. 9 യാത്രികർക്ക് 6 മാസക്കാലം ഒരു ബുദ്ധിമുട്ടും കൂടാതെ കഴിഞ്ഞുകൂടാനുള്ള സൗകര്യമുണ്ട് നിലയത്തിൽ. ആക്സിയം 4 ദൗത്യ സംഘത്തലവയായ പെഗ്ഗി വിൻസ്റ്റൺ 5 തവണത്തെ യാത്രകളിലായി ISS-ൽ ഇതിനകം തങ്ങിയത് 675 ദിവസം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അവിടെ തുടർന്നത് 608 ദിവസമാണ്. 1/4 നൂറ്റാണ്ടിനിടെ ISS-ലെത്തിയ മനുഷ്യരുടെ എണ്ണം 285. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ദൗത്യത്തിന് അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് ഈ നിമിഷങ്ങൾ ഏറെ വിലപ്പെട്ടത്. നമ്മുടെ തദ്ദേശീയ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന് മുന്നോടിയായുള്ള പരിശീലന യാത്രയാണിത്. 9 വർഷം മുൻപ് മാത്രം തുടക്കം കുറിച്ച ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യ തീരുമാനിച്ചതും കോടികൾ ചിലവിട്ടതും ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ബൃഹത് പദ്ധതികളുടെ ഭാഗമായി തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതുപോലെ 140 കോടി ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളുമാണ് ശുഭാംശു ശുക്ല വഹിക്കുന്നത്. സ്വപ്നപഥത്തിലെ ശുഭാംശുവിന്റെ മനോഹരമായ ദൗത്യം ചരിത്രം കുറിക്കുമെന്ന് ഉറപ്പ്. യു പ്രദീപ്, റിസർച്ച് ഡെസ്ക്, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പായിപ്പാട് കൊച്ചുപള്ളി കണ്ണൻകോട്ടാൽ വീട്ടിൽ ക്രിസ്റ്റിൻ ആന്റണിയാണ് മരിച്ചത്. മാർക്കറ്റിൽ ബോട്ട് ജെട്ടിക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന്. അമൽ, എപ്പോഴാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്? എന്താണ് പ്രാഥമിക നിഗമനം? ഗൂഗിൾ ഏതായാലും ആൾസഞ്ചാരമുള്ള വഴിയാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ
കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പായിപ്പാട് കൊച്ചുപള്ളി കണ്ണൻകോട്ടാൽ വീട്ടിൽ ക്രിസ്ത്യൻ ആന്റണിയാണ് മരിച്ചത്. മാർക്കറ്റിലെ ബോട്ട് ജെട്ടിക്ക് സമീപം, പൊതുവെ തിരക്കേറിയ ആളുകൾ എപ്പോഴും എത്തുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ ബോട്ട് ജെട്ടിക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. നിക്ഷേപ നിയമങ്ങൾ കർശനമാക്കിയത് സൗകര്യങ്ങൾ ചിലർ ചൂഷണം ചെയ്യുന്നതിനാലെന്ന് ഒമാൻ വാണിജ്യമന്ത്രി. ഷൂറ കൗൺസിലിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഒമാന്റെ വാണിജ്യ മേഖല GDP-യിലേക്ക് കഴിഞ്ഞ വർഷം 3 ശതകോടി റിയാലിലധികം സംഭാവന ചെയ്തുവെന്ന് ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് പറഞ്ഞു. നിക്ഷേപ മാർഗങ്ങൾ വ്യക്തികൾ ചൂഷണം ചെയ്യുന്ന കേസുകൾ ഒമാൻ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് നിർബന്ധിത സ്വദേശിവൽക്കരണവും പ്രൊജക്ട് നിർദ്ദിഷ്ട ലൈസൻസിംഗ് ആവശ്യകതകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാനും നടപ്പാക്കാനും പ്രേരിപ്പിച്ചതായി മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് പറഞ്ഞു. നിക്ഷേപത്തിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ ചില വ്യക്തികൾ ലഭ്യമായ സൗകര്യങ്ങൾ ചൂഷണം ചെയ്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ അവ അവലോകനം ചെയ്യാനും പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കാനും സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ ചട്ടങ്ങൾ പ്രകാരം ഓരോ വിദേശ നിക്ഷേപകനും വ്യക്തിഗത ലൈസൻസ് നേടേണ്ടതുണ്ടെന്നും പദ്ധതിയുടെ സ്വഭാവത്തിനും വ്യാപ്തിക്കും അനുസൃതമായി മൂലധന ആവശ്യകതകൾ ഉണ്ടായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ സംവിധാനത്തിന്റെ പ്രധാന ഘടകം ഓരോ വാണിജ്യ രജിസ്ട്രേഷനും നിർബന്ധിത സ്വദേശിവൽക്കരണമാണെന്നും അധികൃതർ അറിയിച്ചു. 24 ഒമാൻ. ദുബായിൽ ഐഡിയൽ ഫേസ് പദ്ധതിയുടെ 2ാം ഘട്ടം പ്രഖ്യാപിച്ചു. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പദ്ധതി നടക്കുക. ജൂലൈ 1 മുതൽ 13 വരെ നടക്കുന്ന പരിപാടിയിൽ ഓരോരുത്തർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാവും. മാന്യമായ പെരുമാറ്റങ്ങളെയും മനുഷ്യത്വപരമായ ഇടപെടലുകളെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് നടപ്പാക്കുന്ന ഐഡിയൽ ഫേസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് തുടക്കമായിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പദ്ധതി. ദുബായിലെ ഓരോ പൗരനും താമസക്കാരനും സന്ദർശകനും ഈ നഗരത്തിന് യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാക്കി നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ലെ ഡിപ്പാർച്ചർ വിഭാഗത്തിൽ ഒരു ഇന്ററാക്റ്റീവ് ബൂത്ത് ഒരുക്കും. ഇവിടെ ഒരു സ്മാർട്ട് സ്ക്രീനും ക്യാമറയും ഉണ്ടാകും. ഓരോരുത്തർക്കും തങ്ങളുടെ അനുഭവം രേഖപ്പെടുത്താനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജൂലൈ 1 മുതൽ 13 വരെയാണ് ഇതിനായി അവസരമുണ്ടാവുക. ഐഡിയൽ ഫേസ് എന്നത് വെറും ഒരു പേര് മാത്രമല്ല എന്നും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും GDRFA ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഒബൈദ് മുഹൈർ ബിൻ സുറൂർ പറഞ്ഞു. ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഓരോ വ്യക്തിക്കും ദുബായിയുടെ യഥാർത്ഥ അംബാസിഡറാകാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം നടന്ന ഐഡിയൽ ഫേസ് പദ്ധതിയുടെ ആദ്യ പതിപ്പിൽ 10,000-ലധികം ആളുകളാണ് ഭാഗമായത്. 24 ദുബായ്. മക്കയിലെ വിശുദ്ധ കാബയുടെ കിസ്വ മാറ്റൽ ചടങ്ങ് നടന്നു. വർഷത്തിലൊരിക്കലാണ് കാബയുടെ മൂടുപടമായ കിസ്വ മാറ്റാറുള്ളത്. ആയിരക്കണക്കിന് തീർത്ഥാടകർ ചടങ്ങിന് സാക്ഷിയായി. ഇന്ന് പുലർച്ചെയാണ് വിശുദ്ധ കാബയുടെ മൂടുപടമായ കിസ്വ മാറ്റൽ ചടങ്ങ് നടന്നത്. മക്കയിലെ കിങ് അബ്ദുൽ അസീസ് കിസ്വ നിർമ്മാണ ഫാക്ടറിയിലെ 154 തൊഴിലാളികളും ഹറംകാരി വിഭാഗം ജീവനക്കാരുമെല്ലാം ചേർന്നാണ് ചടങ്ങ് നിർവഹിച്ചത്. ഹജ്ജുംറ തീർത്ഥാടകരുൾപ്പെടെ ആയിരക്കണക്കിന് പേർ ചടങ്ങിന് സാക്ഷിയായി. എല്ലാ വർഷവും ഹിജ്റ വർഷാരംഭമായ മുഹറം 1-നാണ് കിസ്വ മാറ്റാറുള്ളത്. ഇന്നലെ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഹറം 1 ആയിരിക്കുമെന്ന സൗദി സുപ്രീം കോടതിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇന്ന് ചടങ്ങ് നടന്നത്. കാബയുടെ 4 വർഷത്തേക്കുമായി 4 കഷ്ണങ്ങളായാണ് കിസ്വയുടെ പ്രധാന ഭാഗങ്ങൾ തയ്യാറാക്കുന്നത്. കാബയിൽ അണിയിച്ചതിന് ശേഷം ഇവ തുന്നിച്ചേർക്കുന്നു. ആദ്യം പഴയ കിസ്വ ഒഴിവാക്കിയതിന് ശേഷമാണ് പുതിയത് അണിയുന്നത്. അറബി കാലിഗ്രാഫിയിൽ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ രേഖപ്പെടുത്തിയ ബെൽറ്റും വിവിധ വലുപ്പത്തിലും ശൈലിയിലുമുള്ള 54 മറ്റു കഷ്ണങ്ങളും കിസ്വയുടെ ഭാഗമാണ്. 1415 കിലോഗ്രാമാണ് പുതിയ കിസ്വയുടെ ഭാരം. 14 മീറ്റർ ഉയരമുണ്ട്. 825 കിലോഗ്രാം അസംസ്കൃത പട്ട്, 120 കിലോഗ്രാം സ്വർണം പൂശിയ വെള്ളിനൂൽ, 60 കിലോഗ്രാം ശുദ്ധമായ വെള്ളിനൂൽ, 410 കിലോഗ്രാം അസംസ്കൃത കോട്ടൺ തുടങ്ങിയവ ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിക്കുന്നത്. മക്കയിൽ തന്നെയുള്ള ഫാക്ടറിയിൽ 11 മാസം സമയമെടുത്താണ് കിസ്വ നിർമ്മാണം നടക്കുന്നത്. 2.5 കോടിയോളം റിയാലാണ് ചെലവ്. 100 വർഷത്തിലേറെയായി കിസ്വ മാറ്റൽ ചടങ്ങ് നടക്കുന്നുണ്ട്. ഈജിപ്ത്, ഇന്ത്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൂടുപടം നേരത്തെ കാബയിൽ അണിയിച്ചിരുന്നു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഓൺസൈറ്റ് മെഡിക്കൽ സേവനദാതാവായ റെസ്പോൺസ് പ്ലസ് മെഡിക്കലിന്റെ ആഭിമുഖ്യത്തിൽ എമർജൻസി മെഡിക്കൽ ഉച്ചകോടി സംഘടിപ്പിച്ചു. റിയാദിൽ നടന്ന സമ്മേളനത്തിൽ റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ ഉൾപ്പെടെ എമർജൻസി മെഡിക്കൽ സേവന മേഖലയിലെ നിരവധി വിദഗ്ധർ പങ്കെടുത്തു. സൗദിയിലെ ആദ്യ എമർജൻസി മെഡിക്കൽ ഉച്ചകോടിയാണ് ഇന്ന് റിയാദിൽ വെച്ച് നടന്നത്.
അടിയന്തര മെഡിക്കൽ സേവന രംഗത്തെ മുന്നേറ്റങ്ങൾ വിലയിരുത്തുവാൻ ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ ഷംസീർ വയലിൽ ആമുഖ പ്രഭാഷണം നടത്തി. സ്ഥാപനത്തിൻ്റെ ഭാവി പദ്ധതികൾ അദ്ദേഹം സദസ്സിൽ വിശദീകരിച്ചു. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ സൗദി റെയിൽവേസ് പ്രതിനിധി വായിൽ അൽ സഫ, സൗദി RPM എമർജൻസി വിഭാഗം മേധാവി ഹൈത്തം ഇജാസ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടന കാലത്ത് മക്ക മെട്രോ റെയിൽ സേവനം പ്രയോജനപ്പെടുത്തിയ 3 ദശലക്ഷം ഹാജിമാരുടെ എമർജൻസി ആരോഗ്യ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച സ്ഥാപനമാണ് റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സൗദി റെയിൽവേസ് പ്രതിനിധി വായിൽ അൽ സഫ പ്രശംസിച്ചു. ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടന വേളയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മരണനിരക്ക് 50% കുറഞ്ഞുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. RPM ഹോൾഡിംഗ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വെങ്കിട്ട് അയ്യർ ചർച്ചകൾ നയിച്ചു. സൗദി നിക്ഷേപകാര്യ ഉപമന്ത്രി അമ്മാർ അൽ അൽത്താഫ്, സൗദി റെഡ് ക്രസന്റ് ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അൽ തുവേജിരി എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. ആംബുലൻസ് സേവന രംഗത്തെ അടിയന്തര ആവശ്യങ്ങൾക്കായി സജ്ജീകരിച്ച ദ്രുത പ്രതികരണ വാഹനം റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സ്ഥാപകൻ ഡോക്ടർ ഷംസീർ വയലിൽ ചടങ്ങിൽ പുറത്തിറക്കി. ഇപ്പോൾ RPM എന്ന് പറഞ്ഞ കമ്പനി പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറഞ്ഞ ഒരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ആൾക്കാർക്ക് അടിയന്തര ചികിത്സ നൽകാനുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ സ്പീഡും ഈ ഒരു സർവീസിൻ്റെ സ്പീഡുമാണ് നമ്മൾ ഈ കാർ മുഖേന നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഹജ്ജ് സീസൺ 2025 നമ്മൾ സൗദി റെയിൽവേസിൻ്റെ കൂടെ അതുപോലെ തന്നെ സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിൻ്റെ കൂടെയാണ് നമ്മൾ എല്ലാ മെട്രോ സ്റ്റേഷൻസും RPM മെഡിക്കൽ ചുമതല RPM-നായിരുന്നു. അപ്പം ഇനി അത് അടുത്ത ഹജ്ജാകുമ്പോഴേക്ക് ഇനിയും കൂടുതൽ എക്സ്പാൻഡഡ് മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നതായിരുന്നു. ഇത്തവണത്തെ ഹജ്ജ് സേവനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നും എത്തിയ പാരാമെഡിക്കൽ ജീവനക്കാരുടെയും അന്താരാഷ്ട്ര എമർജൻസി മെഡിക്കൽ സർവീസ് വിദഗ്ധരുടെയും സാന്നിധ്യം സമ്മേളനത്തിൻ്റെ വിജയത്തിന് പ്രധാന ഘടകമായി മാറിയെന്ന് RPM സൗദി CEO ബനീഷ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. ബുർജിൽ അറേബ്യ CEO അബ്ദുൽ മുഹ്സിൻ, ബുർജിൽ ഹോൾഡിംഗ് CEO സഫീർ അഹമ്മദ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. 8ാമത് യൂറോപ്യൻ ജ്ഞാനായ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 28-ന് ലെസ്റ്റർ മഹർ സെന്ററിലാണ് സംഗമ ദിവസം വലിയ മെത്രാപ്പൊലീത്ത ആബൂൻ മോർ കുര്യാക്കോസ് സേവേരിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. യൂറോപ്പിലെ മലങ്കര സുറിയാനി ജ്ഞാനായ ക്രിസ്ത്യാനികളുടെ മഹാകൂട്ടായ്മയാണ് ജ്ഞാനായ സംഗമം. മുൻവർഷങ്ങളിൽ നിന്ന് വേറിട്ട യൂറോപ്പിലുള്ള എല്ലാ ജ്ഞാനായ ഇടവകകളുടെയും ഇടവക ജനങ്ങളുടെയും വൈദികരുടെയും യൂറോപ്യൻ ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളുടെയും പരിപൂർണ പങ്കാളിത്തത്തോടെയാണ് ഈ വർഷത്തെ സംഗമം. സംഗമ ദിവസം രാവിലെ യൂറോപ്പിലെ ജ്ഞാനായ ഇടവകാംഗങ്ങളെ അണിനിരത്തിയുള്ള ഘോഷയാത്രയും പൊതുസമ്മേളനവും മറ്റു വിവിധങ്ങളായ കലാപരിപാടികളും നടത്തും. രാവിലെ 8:30 മുതൽ ആരംഭിക്കുന്ന ജ്ഞാനായ സംഗമം വൈകിട്ട് 8 മണിയോടെ സമാപിക്കും. ജ്ഞാനായ അതിഭദ്രാസനത്തിന്റെ വലിയ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവറിയോസ്, സമുദായ സെക്രട്ടറി TO എബ്രഹാം തോട്ടത്തിൽ, സമുദായ ട്രസ്റ്റി TC തോമസ് തോപ്പിൽ എന്നിവർ ഇതിനകം തന്നെ UK-യിൽ എത്തിക്കഴിഞ്ഞു. സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ബിനോയി തട്ടാൻകുന്നേൽ, അപ്പു മണലിത്തറ, ജിനു കോവിലാൽ, ജോ ഒറ്റത്തൈക്കൽ എന്നിവർ അറിയിച്ചു. 24 UK. വെൽക്കം ബാക്ക് ടു ഗൾഫ് ഫോക്കസ്. മലപ്പുറത്തിന്റെ സ്നേഹവും സൗഹാർദ്ദവും വിളംബരം ചെയ്ത ഡയസ്പോറ ഓഫ് മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ പിറവി ദിനാഘോഷം ദോഹയിൽ സംഘടിപ്പിച്ചു. മൽഹാർ സീസൺ 2 ദി മലപ്പുറം ഹാർമണി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ മജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖത്തറിലെ മലപ്പുറം ജില്ലക്കാരുടെ പ്രഥമ കൂട്ടായ്മയായ ഡയസ്പോറ ഓഫ് മലപ്പുറം അഥവാ ഡോം ഖത്തർ സംഘടിപ്പിച്ച പരിപാടി തുഞ്ചന്റെ നാട്ടിൽ നിന്നുള്ള സ്നേഹ സൗഹാർദ്ദത്തിന്റെയും പാരസ്പര്യത്തിന്റെയും മികച്ച സന്ദേശം കൂടിയായി മാറി. DPS സ്കൂൾ ഓഡിറ്റോറിയത്തിലെ തിങ്ങി നിറഞ്ഞ സദസ്സിനു മുന്നിൽ വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച ആഘോഷ പരിപാടികൾ രാത്രി 12 മണിവരെ നീണ്ടുനിന്നു. ആദ്യ സെഷനിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും മജീഷ്യനുമായ ഗോപിനാഥ് മുതുകാട് മലപ്പുറത്തിന്റെ ശ്രേഷ്ഠമായ സ്നേഹവും പാരമ്പര്യവും സാഹോദര്യവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം സദസ്സുമായി പങ്കുവച്ചു. സമൂഹം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിൽ നാട്ടിൽ വളരുന്ന കുട്ടികളുടെ കാര്യത്തിൽ പ്രവാസികൾക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാവണമെന്നും ഓർമ്മിപ്പിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോം ജനറൽ സെക്രട്ടറി
മൂസ താനൂർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഉസ്മാൻ കല്ലൻ അധ്യക്ഷനായിരുന്നു. ഗോപിനാഥ് മുതുകാടിനുള്ള ഉപഹാരം ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ കൈമാറി. ICC പ്രസിഡന്റ് മണികണ്ഠൻ, ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിൽ നിന്നും ഖത്തറിൽ ജോലി ചെയ്യുന്ന ദീർഘകാല ഗാർഹിക വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കണ്ണൂർ ഷെരീഫും ടീമും അവതരിപ്പിച്ച ഇശൽ സന്ധ്യ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഷെയ്ഖ അബ്ദുല്ല, ഷിബിൻ അലി എടവണ്ണ, മേഘ, മുഹമ്മദ് തയ്യിബ്, ഹന തയ്യിബ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. അൻവർ പാലേരി, 24 ദോഹ. ദുബായ് മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുടരും സിനിമയുടെ വിജയാഘോഷം സംഘടിപ്പിച്ചു. ദുബായ് സ്റ്റാർ ഗാലറിയ സിനിമാസിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ തരുൺ മൂർത്തി, നടനും സഹസംവിധായകനുമായ ബിനു പപ്പു, ആശീർവാദ് സിനിമാസ് ഡയറക്ടർ ആശിഷ് ജോ ആന്റണി, ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ ജേസൺ തുടങ്ങിയവർ പങ്കെടുത്തു. മോഹൻലാൽ എന്ന നടനോടുള്ള സ്നേഹവും ആദരവുമാണ് സിനിമ റിലീസായി ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുടരുന്ന ഈ ആഘോഷങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് തരുൺ മൂർത്തി പറഞ്ഞു. മോഹൻലാലുമൊത്തുള്ള അടുത്ത സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മോഹൻലാൽ നൽകിയ ആത്മവിശ്വാസവും പിന്തുണയും വിലമതിക്കാനാകാത്തതാണെന്നും തരുൺ മൂർത്തി പറഞ്ഞു. സമ്മർ ഷോപ്പിംഗിന് അതിരുകളില്ലാത്ത ഓഫറുകളുമായി ലുലു സൗദി. സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ഉപഭോക്താക്കൾക്കായി അതിശയിപ്പിക്കുന്ന ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ്, ഗ്രോസറി, ഫാഷൻ അടക്കം എല്ലാ കാറ്റഗറികളിലും നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയമാണ് ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ 1500 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. 182 മീറ്റർ ഉയരമുള്ള ട്വിൻ ടവറുകളാണ് സ്മാർട്ട് സിറ്റിയിൽ ഉയർന്നിരിക്കുന്നത്. 30 നിലകളിലായി 12.74 ഏക്കറിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 30,000-ലധികം പേർക്കാണ് പുതിയ കെട്ടിടത്തിൽ തൊഴിലവസരം ലഭിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസൈറ്റ് ഹെലിപാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് ലുലു IT ട്വിൻ ടവറുകൾ ഒരുക്കിയിട്ടുള്ളത്. Approximately 30,000 employees, and we have an on-site helipad, which is a new addition. I think many of you may not be knowing it because it was a latest addition to the facility. And we have the world's largest robotic parking, which can accommodate 3,200 cars into that robotic parking facility. 3200 കാറുകൾക്കുള്ള റോബോട്ടിംഗ് പാർക്കിംഗ്, 1300 കൺവെൻഷണൽ പാർക്കിംഗ് അടക്കം 3 നിലകളിലായി 4500 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന 4 മൾട്ടിനാഷണൽ കമ്പനികൾ ഇതിനകം തന്നെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമാണ് ലുലു IT ട്വിൻ ടവറുകൾ. 24 കൊച്ചി. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സോയ്ക്കയും കുവൈറ്റ് ന്യൂസ് ഏജൻസി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ മനായിയും മാധ്യമ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും മറ്റ് മാധ്യമ സംബന്ധ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി. ഏജൻസി ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കി. കുവൈറ്റ് ന്യൂസ് ഏജൻസിയും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളും തമ്മിൽ മാധ്യമ വൈദഗ്ധ്യം കൈമാറുന്നതിന്റെയും സഹകരണത്തിന്റെയും സംയുക്ത പരിശീലനത്തിന്റെയും പ്രാധാന്യം യോഗം ചൂണ്ടിക്കാട്ടി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.